മിസ്സാണ്. അപ്പം മക്കളെ നിങ്ങളെല്ലാവരും ഇത് അടിപൊളിയായി നമ്മുടെ 2ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം ജൂൺ മാസം കഴിഞ്ഞു, ജൂലൈ മാസം പകുതി കഴിഞ്ഞു. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിനകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ മലയാളം പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാന്ന്, ഫസ്റ്റ് പാഠം ഏതാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ഫസ്റ്റ് പാഠം എന്ന് പറയുന്നത് മഴ അല്ലേ, മഴയെ പറ്റി പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും മഴ പെയ്ത് കഴിഞ്ഞാൽ? ഇപ്പോൾ 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ എന്തായിരുന്നു, അത്ര വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ ചുറ്റുപാടും ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച് നോക്കിക്കേ, കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുമാത്രമല്ല ഈ മഴയത്ത് നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ മഴയത്ത് നല്ലോണം ഇങ്ങനെ മൂടിപ്പൊച്ച് കിടക്കാനൊക്കെയാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. എന്തെല്ലാം മാറ്റങ്ങളാണ് ഈയിടെയായിട്ട് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ചുറ്റുപാടും ഉണ്ടായത്? എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും? ഫസ്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റും, തണുപ്പ് അനുഭവപ്പെടുന്നു അല്ലേ. രാവിലെ അച്ഛനും അമ്മയും നമ്മളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുന്ന സമയം ഇച്ചിരി നേരം കൂടി ഞാനിപ്പോൾ എഴുന്നേൽക്കുന്നില്ല, ഞാനിപ്പോൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നല്ല മൂടി പൊഞ്ഞ് കിടന്നുറങ്ങാനായിരിക്കും ഇഷ്ടം. അപ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ, നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കും. കിണർ, തോട്, കുളം, പുഴ മുതലായ ജലാശയങ്ങൾ നിറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ധാരാളം വെള്ളം കിട്ടുന്ന ടൈമല്ലേ, മഴയല്ലേ. അപ്പോൾ എന്താണ്, ഈ പറയുന്ന കുളവും ഈ പറയുന്ന തോടും ഈ പറയുന്ന പുഴയും ഒക്കെ എന്താണ്, നിറഞ്ഞു കവിയും. പറമ്പുകളിലൊക്കെ ചെറിയ ചെറിയ പുല്ലുകൾ മുളയ്ക്കുന്നതായിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചെടികളും മരങ്ങളും ഒക്കെ തളിർക്കുന്നതായിട്ട് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ കൃഷി ആരംഭിക്കുന്നതായിട്ടും കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയുന്നതായിട്ടും എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി ചില സ്ഥലത്തൊക്കെ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും ആ പ്രദേശത്തെ മണ്ണെല്ലാം കൂടി ഒലിച്ചു പോകുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളെ, ഈയാമ്പാറ്റകളൊക്കെ മണ്ണിൽ നിന്ന് ഉയർന്ന് പറന്നു പോകുന്നതും എൻ്റെ മക്കൾ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ മഴക്കാലത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ്, മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മഴ പെയ്താൽ നമുക്ക് ധാരാളം വെള്ളം കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഏതെല്ലാം സ്രോതസ്സുകൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? നമ്മുടെ വീട്ടിലൊക്കെ എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? ഒന്നെങ്കിൽ കിണറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പൈപ്പിൽ നിന്നായിരിക്കും. അപ്പോൾ അതൊക്കെ ജലത്തിൻ്റെ സ്രോതസ്സുകളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെൽ, അതായത് കിണർ. 2 എന്താണ്, വാട്ടർ ടാപ്പ്. 3 പോണ്ട്, അതായത് കുളം. ഓക്കെ, കുളം, പുഴ, അരുവി, അതൊക്കെ കടല്, ഇവയൊക്കെ വെള്ളത്തിൻ്റെ സ്രോതസ്സാണ്. പിന്നെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ റെയിന്. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത് മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ജലസ്രോതസ്സുകൾ, ജലത്തിൻ്റെ സ്രോതസ്സുകളെ പറ്റിയൊക്കെ നിങ്ങളൊന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനിയും മനോഹരങ്ങളായ ധാരാളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുട്ടി 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 വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും all the very best and thank you so much. Bye bye.